OK ജയകൃഷ്ണൻ, ഇതൊന്നും മനസ്സിലാക്കാതെ PM-ന്റെ ബോർഡ് വയ്ക്കുന്നു എന്നത് മാത്രമാണോ CPIക്ക് ഏറ്റവും വലിയ പ്രശ്നമായി തോന്നുന്നത്? അതിലപ്പുറമുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് നിലവിൽ റിജി ലൂക്കോസ് കരുതുന്നത്. ഇപ്പോൾ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന മുണ്ട് മുറുക്കിയെടുക്കുന്ന ഒരു സാഹചര്യം ചില വിഷയങ്ങൾ വരുമ്പോൾ അത് പറയും, മറ്റു ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ആകെ വികസനത്തിന്റെ പരകോടിയിലും അമേരിക്ക പോലും നമ്മളെ മാതൃകയാക്കുന്ന പോലത്തുള്ള തള്ളുകളും കേൾക്കാം. ഒരിക്കലുമല്ല. ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ തുടക്കത്തിൽ 2023 മുതൽ ഞങ്ങൾ പറയുന്നത് അധ്യാപക സംഘടന AKSTയും എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത് PM ശ്രീ എന്ന ബോർഡിനെയല്ല എതിർക്കുന്നത്, ആ ഒരു പേരല്ല. ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ നോക്കൂ, PM ശ്രീ സ്കൂൾസ് ഫ്രെയിംവർക്ക് ഓൺ സ്കൂൾ ട്രാൻസ്ഫോർമേഷൻ എന്ന അവരുടെ പദ്ധതി രേഖയ്ക്കകത്ത് കൃത്യമായി പറയുന്നു, ഇറ്റ് വിൽ ഹെൽപ്പ് ഷോക്കേസ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ആമുഖത്തിൽ അടിവരയിട്ട് ഒന്നാമത്തെ സെന്റൻസ് അതാണ്. അതിനുശേഷം പറയുന്നു 6 പില്ലേഴ്സാണ് ഈ PM ശ്രീ സ്കൂൾസിന് ഉള്ളതെന്ന്. അതിൽ 6ഉം ഈ കേരളം കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളാണ്. ഒന്ന്, കരിക്കുലം ഫ്രെയിംവർക്കിൽ അവരിടപെടും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇൻഫ്രാസ്ട്രക്ചറിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വരുത്തും എന്നുള്ളതാണ്. മൂന്നാമത്തത്, അതിൻ്റെ ട്രെയിനിങ്ങുകളെയും പരിപാടികളെയും നോക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ അതിൻ്റെ മോണിറ്ററിങ്ങിനും പ്രത്യേക സമിതിയെ ഏൽപ്പിക്കുമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കേരളത്തിനകത്തെ 150 പൊതുവിദ്യാലയങ്ങളിൽ ഈ PM ശ്രീയിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ ആ സ്കൂളുകൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും മാറ്റപ്പെടുകയും 2 തരം വിദ്യാലയങ്ങൾ പൊതുവിദ്യാഭ്യാസ ഘടനയിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അവിടെ ഈ കരിക്കുലം ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി NCERTയുടെ പുസ്തകമാണ് പഠിപ്പിക്കേണ്ടത്. അവിടെ ഈ പറയുന്ന മോണിറ്ററിങ് സംസ്ഥാന ഗവൺമെന്റിനും മോണിറ്ററിങ്ങിനും മാനേജ്മെന്റിനും അധികാരമില്ല. കേന്ദ്ര ഏജൻസികളാണ് അതിനെ നിയന്ത്രിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒരു ബ്ലോക്കിനകത്ത് നമുക്കറിയാം എങ്ങനെയാണ് സംഘപരിവാർ ഈ കാലത്ത് വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നത്. അതിനുള്ള വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇത് ഒപ്പുവെക്കുന്നതിലൂടെ ചെയ്യുന്നത്. ഒരിക്കലും ഞങ്ങൾ പറയുന്നു ഈ PM ശ്രീയുടെ തുക കണ്ടുകൊണ്ടല്ല. PM ശ്രീയെ സംബന്ധിച്ചിടത്തോളം 1,10,00,000 രൂപ 5 വർഷത്തേക്കാണ് അനുവദിക്കുന്നതെന്നേ. അതിൻ്റെ 3.5 വർഷം കഴിഞ്ഞു, 1 വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ അല്ലെങ്കിൽ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയാതെ പഴയ തുകയൊന്നും ലഭിക്കാനും പോകുന്നില്ല. കേവലം 10, 15 ലക്ഷം, 20 ലക്ഷം രൂപയാണ് ഇനി ബാക്കി 1 വർഷത്തേക്ക് ലഭിക്കാനിരിക്കുന്നത്. 150 ലക്ഷത്തിന് വേണ്ടിയാണ് ഭരണത്തിന്റെ അവസാന മാസങ്ങളിൽ ഈ തീരുമാനമെടുത്തതാണോ ആരോപണം? അല്ല, ഒരു വാക്കുകൂടി ഞാൻ പറയട്ടെ. യഥാർത്ഥ പ്രശ്നം ഇതിന്റെ പുറത്ത് സമഗ്ര ശിക്ഷ കേരളക്ക് നൽകുവാനുള്ള പണം പിടിച്ചു വെച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ സമഗ്ര ശിക്ഷക്കുള്ള പണം തരൂ എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇത് രണ്ടും കൂട്ടിക്കുഴക്കേണ്ട ഒരു കാര്യമല്ല. സമഗ്ര ശിക്ഷ കേരളക്ക് 2 വർഷത്തെ പ്രൊജക്ടിനത്തിൽ ലഭിക്കുവാനുള്ള 1,466 കോടി രൂപ, ആ തുക ലഭിക്കേണ്ടത് അത് നേരത്തെ ഇവിടെ ജിതിൻ ദേവ് പറഞ്ഞതുപോലെ ഇതാരുടെയും കീശയിൽ നിന്ന് എടുത്തു തരുന്നതല്ല. നിങ്ങളും എല്ലാം നികുതി ഇനത്തിൽ നൽകുന്ന തുക വിദ്യാഭ്യാസ വിഹിതമായി സംസ്ഥാനത്തിന് അനുവദിക്കുന്നതാ. അത് ന്യായമായും അർഹതപ്പെട്ട പണമാണ്. അത് നമുക്ക് ലഭിക്കേണ്ട പണമാണ്. ഇത് ലഭിക്കാത്തപ്പോൾ തമിഴ്നാട് സർക്കാർ സമഗ്ര ശിക്ഷക്ക് പണം അനുവദിക്കാത്തപ്പോൾ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ പോവുകയുണ്ടായി. അവിടെ RT വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നതിനുള്ള ഏജൻസിയാണ് SSK എന്നുള്ളത് കൊണ്ട് തന്നെ, സമഗ്ര ശിക്ഷ എന്നുള്ളത് കൊണ്ട് തന്നെ അന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞു ഭിന്നശേഷി കുട്ടികൾക്കും മറ്റു ട്രൈബൽ കുട്ടികൾക്കുമുള്ള വിഹിതം അനുവദിക്കണം. തമിഴ്നാടിന് പണം അനുവദിച്ചു. ഞങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ ശരിയാണ്, എന്താണ് ബദൽ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞതും ഇത് തന്നെയാണ്. ഭരണപരമായും നിയമപരമായും നീങ്ങണം ഈ തുക. അല്ലാതെ PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളല്ല ഇത്. PM ശ്രീ എന്ന ബോർഡ് വെച്ചാലോ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചാലോ കേരളത്തിന്റെ വിദ്യാഭ്യാസം ഒന്നും തകർന്നു പോകില്ല എന്ന നല്ല ബോധ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ചട്ടക്കൂടലല്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം കെട്ടിപ്പടുത്തിരിക്കുന്നത്. എന്നാൽ
അതിൻ്റെ പുറത്ത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു കയറുവാൻ ഇവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒറ്റ കാര്യം കൂടിയുണ്ട്, ഈ NEP എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞല്ലോ 6 പില്ലേഴ്സും 1 മുതൽ 8 വരെയുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ 8 അധ്യായങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് 6 പില്ലേഴ്സിലും 6 തൂണുകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കൃത്യമായി ഈ രേഖയിൽ പറയുകയാണ്. 6 പില്ലേഴ്സിലും പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം NEP ഇത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ, ഇത് ഷോക്കേസ് ചെയ്യുവാൻ, ഇത് പ്രചരിപ്പിക്കുവാൻ, ഇതിന് പ്രശസ്തി നൽകുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് PM ശ്രീ. അല്ലാതെ കേവലം പേര് വെച്ചത് കൊണ്ട് മാത്രമുള്ള എതിർപ്പല്ല. പ്രത്യേകിച്ചും ഇന്ത്യക്കകത്ത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഇതിനെതിരായി നിലകൊള്ളുമ്പോൾ, ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എതിരായി നിലകൊള്ളുമ്പോൾ, പാർലമെന്റിനകത്ത് പരിമിതമായ ആളുകൾ മാത്രമാണെങ്കിലും ഇടതുപക്ഷ അംഗങ്ങൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെയും കാവ്യവൽക്കരണത്തെയും വർഗീയവൽക്കരണത്തെയും ചെറുക്കുമ്പോൾ അതിന് വിശാലമായ പ്ലാറ്റ്ഫോം എങ്ങനെ എതിർക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ല വേണ്ടത് എന്നാണ് വിനീതമായി പറയുന്നത്. നല്ല വ്യക്തതയുള്ള മറുപടിയാണ് ജിതിന്റെ. മറുപടി നൽകണം. ഇടവേള. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.